നമസ്കാരം. ഇന്നത്തെ ഈ രസകരമായ വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഒട്ടും സമയം കളയാതെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മളിന്ന് വളരെ കൗതുകകരമായൊരു യാത്രയാണ് നടത്താൻ പോകുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ മേശപ്പുറത്ത് തികച്ചും നിശ്ചലമായിരിക്കുന്ന ആ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ വളരെ സജീവമായി തിളങ്ങി നിൽക്കുന്ന അദൃശ്യമായ ബിന്ദുക്കളിലേക്കുള്ള ഒരു മാന്ത്രിക യാത്ര. നമ്മൾ നിത്യവും കാണുന്ന ഈ സാങ്കേതികവിദ്യയുടെ പിന്നിലെ വിസ്മയകരമായ പ്രവർത്തനങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. ഇത് തുടങ്ങുന്നതിനു മുമ്പ് നമ്മൾ ആദ്യം തന്നെ സ്വയം ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഒരു കമ്പ്യൂട്ടർ, അതിനുള്ളിലെ തീർത്തും അദൃശ്യമായ ഡേറ്റയെ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും കഴിയുന്ന ഒന്നായി എങ്ങനെയാണ് മാറ്റിയെടുക്കുന്നത്? നിങ്ങളിപ്പോൾ ഈ വിശദീകരണം കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. യന്ത്രങ്ങൾക്ക് മാത്രം മനസ്സിലാകുന്ന വെറും അക്കങ്ങളും കോഡുകളുമായ ആ പരുക്കൻ ഡേറ്റയെ മനുഷ്യരായ നമുക്ക് ഇത്ര എളുപ്പത്തിൽ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു അനുഭവമാക്കി മാറ്റുന്നത് എങ്ങനെയാണ്? ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്നല്ലേ അത്? അപ്പോൾ എന്താണ് ഈ ഔട്ട്പുട്ട് ഉപകരണങ്ങൾ? ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ ആദ്യം നമുക്ക് വലിയൊരു ചിത്രം തന്നെ നോക്കാം. ഈ ഡേറ്റാ വിവർത്തനം എന്ന വലിയ പ്രശ്നം പരിഹരിക്കുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഹാർഡ്വെയറുകളുടെ വിശാലമായ ഒരു ലോകത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. വളരെ സങ്കീർണമായ ഡേറ്റയെ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് മാറ്റാൻ ഈ വലിയ ശൃംഖല എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് ശരിക്കും അമ്പരപ്പിക്കുന്നതാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു ഔട്ട്പുട്ട് ഉപകരണം എന്നത് ഇത്രയുള്ളൂ. പ്രോസസ് ചെയ്യപ്പെട്ട ഡേറ്റയുടെ അന്തിമ ഫലം ഉപയോക്താവായ നിങ്ങൾക്ക് എങ്ങനെ ലഭിക്കുന്നുവോ അതിനുള്ള ഒരു ഹാർഡ്വെയർ മാധ്യമമാണിത്. അതായത്, കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ നടക്കുന്ന സങ്കീർണമായ കണക്കുകൂട്ടലുകളെയും പ്രക്രിയകളെയും നമുക്ക് കണ്ടും കേട്ടും മനസ്സിലാക്കാൻ കഴിയുന്ന അർത്ഥവത്തായ വിവരങ്ങളാക്കി മാറ്റുന്ന ഒരു പാലം. അതാണ് ഔട്ട്പുട്ട് ഉപകരണം. ഈ അതിശയകരമായ ഔട്ട്പുട്ട് ലോകം എത്രത്തോളം വൈവിധ്യമാർന്നതാണെന്ന് നോക്കിയേ. മോണിറ്റർ, സ്പീക്കർ, പ്രിന്റർ, വീഡിയോ കാർഡ്, പ്രൊജക്ടർ, പ്ലോട്ടർ, സൗണ്ട് കാർഡ്, അതുപോലെ ഹെഡ്ഫോൺ എന്നിങ്ങനെ പ്രധാനമായും 8 ഉപകരണങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. സത്യത്തിൽ നമ്മൾ പലപ്പോഴും ഇതിന്റെ പ്രാധാന്യം തിരിച്ചറിയാറില്ല, അല്ലേ? നമ്മുടെ കാഴ്ചയെ സ്വാധീനിക്കുന്ന വീഡിയോ കാർഡുകളും മോണിറ്ററുകളും മുതൽ നമ്മുടെ കേൾവിയെ ഉണർത്തുന്ന സ്പീക്കറുകളും ഹെഡ്ഫോണുകളും, എന്തിനേറെ ഭൗതികമായ സ്പർശനത്തിന് രൂപം നൽകുന്ന പ്രിന്ററുകളും പ്ലോട്ടറുകളും വരെ ഈ പട്ടികയിലുണ്ട്. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും തൃപ്തിപ്പെടുത്താൻ ഇവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ഔട്ട്പുട്ട് ഉപകരണങ്ങളുടെ വിശാലമായ സാധ്യതകളും വൈവിധ്യങ്ങളും നമ്മൾ കണ്ടുകഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ലോകത്തെ അനിഷേധ്യനായ രാജാവിനെക്കുറിച്ച് കുറച്ചുകൂടി അടുത്തറിയാം. മോണിറ്ററിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു കമ്പ്യൂട്ടറിന്റെ പ്രധാന ഔട്ട്പുട്ട് ഉപകരണമാണ് മോണിറ്റർ. ഡിജിറ്റൽ ലോകത്തേക്കുള്ള നമ്മുടെ പ്രധാന ജാലകമായി പ്രവർത്തിക്കുന്നത് ഈ സ്ക്രീനുകളാണ് എന്ന് നിസ്സംശയം പറയാം. നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ. നമ്മുടെ ദൈനംദിന ഡിജിറ്റൽ ഇടപെടലുകളുടെ 90% ഈ ഒരു ചില്ല് പ്രതലത്തെ ആശ്രയിച്ചല്ലേ നിൽക്കുന്നത്? അതെ, അതുകൊണ്ട് തന്നെയാണ് ഒരു കമ്പ്യൂട്ടറിന്റെ ഏറ്റവും സുപ്രധാനമായ ഔട്ട്പുട്ട് ഉപകരണമായി മോണിറ്ററിനെ സാർവത്രികമായി അംഗീകരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സ്ക്രീനുകളുടെ പരിണാമത്തെക്കുറിച്ച് സംസാരിക്കാം. കാലത്തിനൊപ്പമുള്ള ഇവയുടെ മാറ്റങ്ങൾ ശരിക്കും അതിശയകരമാണ്. സാങ്കേതികവിദ്യ എങ്ങനെയാണ് വികസിച്ചു വന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഈ പ്രധാന വിഷ്വൽ സാങ്കേതികവിദ്യയുടെ ചരിത്രപരമായ നാൾവഴികളിലൂടെ നമുക്കൊന്ന് വേഗത്തിൽ സഞ്ചരിക്കാം. സാങ്കേതികവിദ്യയിൽ നമ്മൾ എത്രത്തോളം മുന്നേറിയെന്ന് വളരെ മനോഹരമായി ഈ നാൾവഴികൾ വ്യക്തമാക്കുന്നുണ്ട്. പണ്ടുകാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണോക്രോം സ്ക്രീനുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അവിടെ നിന്ന് നമ്മൾ ഭാരം കൂടിയ വലിയ കാഥോഡ് റേ ട്യൂബുകൾ, അതായത് CRTകളിലേക്ക് മാറി. പിന്നീട് അവിടെ നിന്നും ഇന്നത്തെ ആധുനിക TFT LCD തിൻ പാനലുകളിലേക്കും അതിനുശേഷം ഏറ്റവും നൂതനമായ കാഴ്ചയുടെ വിസ്മയം തീർക്കുന്ന OLED സ്ക്രീനുകളിലേക്കും നാം അതിവേഗം എത്തിനിൽക്കുകയാണ്. സത്യത്തിൽ ഇത് കേവലം ഉപകരണങ്ങളുടെ മാറ്റമല്ല, മറിച്ച് നമ്മുടെ കാഴ്ചാനുഭവത്തിന്റെ തന്നെ വലിയൊരു പരിണാമമാണ്. ഇനി നമ്മൾ ഈ ആധുനിക സാങ്കേതികവിദ്യകളെ, അതായത് TFT LCDയും OLEDയും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാലോ? അപ്പോൾ മനസ്സിലാകും OLED സാങ്കേതികവിദ്യ എന്തിനാണിങ്ങനെ വേറിട്ട് നിൽക്കുന്നത് എന്ന്. അതിന് പ്രധാനമായും ഒരു കാരണമുണ്ട് കേട്ടോ. നിങ്ങളുടെ സാധാരണ LCDകളേക്കാൾ വളരെ ഉയർന്ന കോൺട്രാസ്റ്റും മികച്ച വ്യൂയിംഗ് ആംഗിളുകളും നൽകാൻ OLED മോണിറ്ററുകൾക്ക് സാധിക്കുന്നു. ഇത് വെറുമൊരു അപ്ഗ്രേഡ് മാത്രമല്ല, വെളിച്ചവും ഇരുട്ടും ഒരു സ്ക്രീനിൽ എങ്ങനെ അവതരിപ്പിക്കപ്പെടുന്നു എന്നതിനെ തന്നെ അടിസ്ഥാനപരമായി മാറ്റിമറിക്കുന്ന ഒന്നാണ്. ഇത് നമ്മുടെ കാഴ്ചാനുഭവത്തെ അതിശയകരമാം വിധം സ്വാഭാവികമാക്കുന്നു എന്ന് തന്നെ പറയാം. പിക്സലുകളും റെസല്യൂഷനും, ഇതാണ് നാം അടുത്തതായി നോക്കാൻ പോകുന്നത്. ഇതോടെ നമുക്ക് നമ്മുടെ അവസാന ഭാഗത്തേക്ക് കടക്കാം.
നമ്മൾ ഇതുവരെ കണ്ട ഈ സ്ക്രീനുകളുടെ എല്ലാം അടിസ്ഥാനം യഥാർത്ഥത്തിൽ എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരി, നിങ്ങളിപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ചിത്രത്തിന്റെ യഥാർത്ഥ ഘടന എന്താണെന്ന് നമുക്ക് സൂക്ഷ്മമായി മൈക്രോസ്കോപ്പിക് തലത്തിലൊന്ന് പരിശോധിക്കാം. ഇവിടെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയാമോ? പിക്സൽ എന്ന വാക്കിന്റെ യഥാർത്ഥ ഉത്ഭവം തന്നെ. പിക്സൽ എന്നത് യഥാർത്ഥത്തിൽ പിക്ചർ എലമെന്റ് എന്നതിന്റെ ചുരുക്കരൂപമാണ്. നിങ്ങളുടെ സ്ക്രീനിൽ പ്രതിനിധീകരിക്കുന്ന ഒരു ചിത്രത്തിന്റെ കമ്പ്യൂട്ടറിനെ നിയന്ത്രിക്കാനാകുന്ന ഏറ്റവും ചെറിയ ഘടകമാണിത്. സ്ക്രീനിലെ ഏറ്റവും ചെറിയ കുത്തുകൾ അല്ലെങ്കിൽ ബിന്ദുക്കളായി ഇത് പ്രവർത്തിക്കുന്നു. നമ്മൾ കാണുന്ന വിസ്മയകരമായ എല്ലാ ദൃശ്യങ്ങളും തുടങ്ങുന്നത് ഈ കുഞ്ഞു ബിന്ദുക്കളിൽ നിന്നാണെന്നത് ശരിക്കും അത്ഭുതല്ലേ? അങ്ങനെ ഈ ചെറിയ ബിന്ദുക്കൾ നമ്മെ റെസൊല്യൂഷൻ എന്ന ആശയത്തിലേക്ക് കൊണ്ടുവരുന്നു. ഏറ്റവും ചെറിയ വസ്തുവിനെ വ്യക്തമായി നിരീക്ഷിക്കാനുള്ള ഒരു സ്ക്രീനിന്റെ അല്ലെങ്കിൽ സെൻസറിന്റെ കഴിവാണിത്. ഇത് സ്ക്രീനിലെ ഈ ചെറിയ പിക്സലുകളുടെ എണ്ണവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് പിക്സലുകളുടെ എണ്ണവും വലിപ്പവും എത്രത്തോളം കൃത്യമാണോ അത്രത്തോളം കൂടുതൽ വ്യക്തത നമ്മുടെ ചിത്രങ്ങൾക്കും ദൃശ്യങ്ങൾക്കും ലഭിക്കും. കാര്യം വളരെ ലളിതമാണ്. ഇതൊരു കൗതുകകരമായ ഡൊമിനോ ഇഫക്റ്റ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. നോക്കൂ, ചെറിയ പിക്സലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ചിത്രങ്ങൾക്ക് സ്വാഭാവികമായും വളരെ ഉയർന്ന റെസല്യൂഷൻ ഉണ്ടായിരിക്കും. എന്നാൽ ആ വ്യക്തത വെറുതെ അങ്ങ് കിട്ടുന്ന ഒന്നല്ല കേട്ടോ. ഉയർന്ന റെസല്യൂഷനുള്ള ഈ ചിത്രങ്ങൾ നിങ്ങളുടെ ഡിസ്കിൽ വളരെ കൂടുതൽ മെമ്മറി സ്പേസ് എടുക്കുമെന്നതാണ് യഥാർത്ഥ വസ്തുത. അതായത് കൂടുതൽ മികച്ച ദൃശ്യങ്ങൾ ലഭിക്കാൻ നാം കൂടുതൽ സ്റ്റോറേജ് നൽകേണ്ടി വരുന്നു എന്നർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ വക നൽകുന്ന ഒരു വലിയ ചോദ്യത്തോടെ ഇന്നത്തെ ഈ വിശകലനം നമുക്ക് അവസാനിപ്പിക്കാം. പിക്സലുകൾ ചെറുതാകുകയും റെസല്യൂഷൻ കൂടുകയും ചെയ്യുമ്പോൾ ഭാവിയിലെ നമ്മുടെ സ്ക്രീനുകൾക്ക് എത്രത്തോളം മെമ്മറി ആവശ്യമായി വരും? കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി നാം ചെറിയ പിക്സലുകൾക്കും മികച്ച റെസല്യൂഷനുകൾക്കും വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഭാവിയിലെ ഹൈപ്പർ റിയലിസ്റ്റിക്കായ സ്ക്രീനുകൾ യഥാർത്ഥത്തിൽ ചോദിക്കുന്ന വില എന്തായിരിക്കും? നമ്മൾ ഇന്ന് കണ്ട വിവരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഈ സൂചനകളെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നത്തെ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നന്ദി.